മേളകൾ പലതും നാം കാണാറുണ്ട്. എങ്കിലും കഴിഞ്ഞ 9 വർഷമായി കേക്ക് മേള നടത്തുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് വള്ളിയോട് സൗഹൃദ കൂട്ടായ്മ. ജീവകാരുണ്യ പ്രവർത്തനമാണ് ലക്ഷ്യം. വള്ളിയോട് മിച്ചാരംകൂട് 200-ലധികം കുടുംബാംഗങ്ങൾ ആയിട്ടുള്ള വള്ളിയോട് സൗഹൃദ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ ആരോരുമില്ലാത്തവർക്ക് ഒരു ചെറിയ സഹായം ചെയ്യുക എന്നത് മാത്രമാണ്. അതിനായി ഫണ്ട് സ്വരൂപിക്കാനുള്ള മാർഗമായിരുന്നു ഏറ്റവും ആദ്യം നടത്തിയ കേക്ക് മേള. ക്രിസ്മസ് കാലത്ത് കേക്ക് മേള നടത്തി കിട്ടിയ തുകയിലെ മാറാരോഗികൾക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ ചെലവിലേക്ക് മാറ്റി. അന്ന് തുടങ്ങിയ ഈ പുണ്യപ്രവൃത്തിക്ക് ഇന്നും തടസ്സം നേരിട്ടിട്ടില്ല. ക്രിസ്മസ് കാലത്ത് മാത്രമല്ല, ഓണത്തിനും റംസാനും തുടങ്ങി ഏതാഘോഷങ്ങൾക്കും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി മേളകൾ നടത്തി സ്വരൂപിക്കുന്ന പണമാണ് ഇത്തരത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ ചെലവിലേക്ക് മാറ്റുന്നത്. ഈ കാലയളവിൽ ഇതുവരെ 45 ലക്ഷം രൂപയോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി വിനിയോഗിച്ചു. അതുതന്നെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് കാണുന്നതെന്ന് സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായിട്ട് ഉള്ള ഒരു കൂട്ടായ്മയാണ് സൗഹൃദ ജനകീയ കൂട്ടായ്മ. പ്രധാനമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ, കേക്ക് മേള, അതുപോലെ തന്നെ പടക്കമേള, വിഷുവിന്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വിഹിതം ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ മാസവും പ്രതിമാസ ചികിത്സ ധനസഹായം എന്ന നിലയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക്, വല്ലാതെ കഷ്ടത അനുഭവിക്കുന്ന, രോഗാതുരത അനുഭവിക്കുന്ന നിറയെ അപേക്ഷകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 15,000 രൂപ വരെ ആയിട്ട് നമ്മൾ പ്രതിമാസ ചികിത്സാ ധനസഹായം നൽകി വരുന്നുണ്ട്. കലാസാഹിത്യ സന്നദ്ധ സേവന സംഘടന എന്ന പേരിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വയനാട് ദുരിതത്തിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി സഹായം നമുക്ക് അവർക്ക് കൊടുക്കാനും, എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും നമ്മളുടെ യുവാക്കൾ പങ്കെടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വടക്കഞ്ചേരി ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ വള്ളിയോട് ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഇപ്പോൾ കേക്ക് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് കേക്ക് മേളയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്നത്. വരും കാലങ്ങളിൽ മെഡിക്കൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി തീരെ നിർധനരായവർക്ക് ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. സൗഹൃദകാരുണ്യ കൂട്ടായ്മ ഇവർ മാസം തോറും മുടങ്ങാതെ ഒരു രോഗിക്ക് 15,000-ൽ കൂടുതലല്ലാതെ കമ്മിയായിട്ട് ഇന്ന് വരെ എല്ലാ മാസവും ഒരു അപേക്ഷ വരും. അത് വടക്കഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് തന്നെ, സമീപഭാഗത്ത് നിന്ന് എല്ലായിടത്തും വരാറുണ്ട്. ലാസ്റ്റ് 2 പേർക്ക് ഞാൻ തന്നെ ഇടപെട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, മംഗലം 8-ാം വാർഡിലും 5-ാം വാർഡിലും. അപ്പോൾ അത് മുടങ്ങാതെ ഈ പ്രവൃത്തി ചെയ്യുന്ന സൗഹൃദകാരുണ്യ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് പങ്കാളികൾ കൂടെ ചേരണം. ഇവർ ചെയ്യുന്ന ഈ പരിപാടി ഒരുപാട് രോഗികൾക്ക് സ്വാതന്ത്ര്യമാണ്. അത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡിസംബർ 1 മുതൽ ആരംഭിക്കുന്ന കേക്കുമേള ജനുവരി 1-നാണ് അവസാനിപ്പിക്കുക. ക്രിസ്മസ് ആഘോഷത്തോടെ മേള അവസാനിപ്പിക്കാൻ ഈ കൂട്ടായ്മ ഒരുക്കമല്ല. തുടർന്നുള്ള ഓണത്തിനും പിന്നീടുള്ള റംസാൻ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ വ്യത്യസ്തമായ മേളകൾ സംഘടിപ്പിച്ച് കിട്ടുന്ന ലാഭമാണ് സാന്ത്വന ചികിത്സയ്ക്കായി വിനിയോഗിക്കുക. UTV ന്യൂസ്, പാലക്കാട്.